വേറെ ഏതെങ്കിലും ഒരു രാജ്യം സ്വന്തം പൗരന്മാർ, അവിടുത്തെ ജൻസി, അവിടുത്തെ ചെറുപ്പം, അവർ പ്രക്ഷോഭത്തിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യോ? ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ വി ആർ കമ്മിങ് ഫോർ വിസിറ്റ് സോനം വാങ്ചുക്. വി ആർ MPs ഓൾ പാർട്ടീസ്. അതിസുരക്ഷാ മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി മാർച്ച് നടത്തുകയും അത് തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരെ കല്ലെറിയുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ എന്താ രാമരാമ ജപിക്കുന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല, ലോകത്ത് സമീപകാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലൊരു ബ്രൂട്ടൽ അറ്റാക്ക് കണ്ടിട്ടുണ്ടോ? സോ ദിസ് ഈസ് അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് ഓഫ് യൂണിയൻ ഗവൺമെന്റ്. സംഭവിച്ചു. ഞാനതാ പറഞ്ഞു വന്നത്. ഇന്നലെ വൈകുന്നേരം വരെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ആയിരുന്നു. ഇവിടെ ഒരാൾക്കും വാട്സപ്പ് സന്ദേശങ്ങൾ പോലും കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. How they can prevent us? ഇവിടുത്തെ സോക്കോൾഡ് നാഷണൽ മീഡിയാസ് പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു. അതിൽ അഭിമാനത്തോടെ മലയാളികൾക്ക് ഓർത്തുവയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യം കേരളത്തിലെ മാധ്യമങ്ങളാണ് ആദ്യം മുതൽ ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടത്ര പ്രാധാന്യം ഒരു പരിധിവരെയെങ്കിലും നൽകിയത്. ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. മാധ്യമങ്ങളില്ല, വിഷ്വൽസ് പുറത്തു വരുന്നില്ല, ഇന്റർനെറ്റ് ബാനാണ്, സ്വതന്ത്രമായ ഒരു വിഷ്വൽസും പുറത്തു വരുന്നില്ല. നിയോ ഫാസിസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഡിസിഷൻ ഓഫ് നരേന്ദ്രമോദി ഗവൺമെന്റ്. നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. യഥാർത്ഥത്തിൽ അതിന്റെ കൂടി അനുരണനമാണ് കോൺഗ്രസിന് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതമായത് എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് JP നഡ്ഡ കേന്ദ്രമന്ത്രിക്ക് ഹോസ്പിറ്റൽ സന്ദർശിക്കേണ്ടി വന്നു. We will not go back. We will sit here. നിങ്ങൾ നേരത്തെ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ഒരു സഹമന്ത്രിക്ക് PMOയിൽ പ്രതിനിധീകരിച്ച് നേരിട്ട് വന്ന സമരസ്ഥലത്ത് ലീഡർ ഓഫ് ഒപ്പോസിഷനോട് സംസാരിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. എനിക്ക് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കൂ, ലോകം ഞെട്ടുന്നതാണ്. ലോകം ഞെട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായി ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇതിന് സമാനമായ ഒരു ബ്രൂട്ടാലിറ്റി ഉണ്ടോ? അക്രമം ഞാൻ പോർക്കില്ല മാത്തൂട്ടിച്ചായ. ഇന്ന് ജന്തർ മന്ദറിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞൊരു കാഴ്ചയുണ്ട്. കീറിയ ഒരു വസ്ത്രവുമായി ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. അവൾ ഇന്നലെ സമരസ്ഥലത്തിട്ടിരുന്ന വസ്ത്രം ഞങ്ങളെ കാണിക്കുകയാണ്. അത് വലിച്ചു കീറിയത് പുരുഷ പോലീസാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. മുഴുവൻ അടിയേറ്റ് ശിരസ് പൊട്ടി ഇരിക്കുന്ന മനുഷ്യരുണ്ട് അവിടെ. ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ് അവര്, ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ. അതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഇങ്ങനെയുള്ള എത്ര നിഷ്ഠൂരമായ ക്രമമാണ്. പൗരന്മാർ, അവിടുത്തെ ജൻസി, അവിടുത്തെ ചെറുപ്പം, അവർ പ്രക്ഷോഭത്തിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യോ? ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. എങ്ങനെയായിരുന്നു അവരുടെ പ്രക്ഷോഭം? വളരെ പ്രധാനമാണ് അഭിലാഷേ. എന്ത് സമര രീതിയായിരുന്നു അവർ ആവിഷ്കരിച്ചത്? അവർ നിരാഹാര സമരമായിരുന്നു. സോനം വാങ്ചുക് നിരാഹാരത്തിലായിരുന്നു. അതിനുശേഷം അഭിജിത്ത് നിരാഹാരത്തിലേക്ക് പോകുന്നു. ഇതിന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ഐഷി ഘോഷും നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. എന്റെ സംഗതി നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. നിങ്ങൾ നോക്കൂ, ഈ CJPയുമായി ബന്ധപ്പെട്ടവരും അതിനോടനുബന്ധമായി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള വിദ്യാർത്ഥി മൂവ്മെന്റുകളും എല്ലാം സ്വീകരിച്ച സമരരീതി നിരാഹാരമായിരുന്നു. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ആ നിരാഹാര സമരം നടത്തുമ്പോൾ ആ നിരാഹാര സമരത്തോട് ഗവൺമെന്റ് സമീപനം എന്തായിരുന്നു? സോനം വാങ്ചുക്കിനെ ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി. പറയുന്ന ഏതെങ്കിലും ഒരാളോട് ചർച്ചയ്ക്ക് തയ്യാറായോ? ഇല്ലല്ലോ. അതിന്റെ തുടർച്ചയിലല്ലേ 20ലേക്ക് എത്തുമ്പോൾ ഒരു മാർച്ച് കോൾ ഫോർ ചെയ്യുന്നത്. ആ മാർച്ചിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരെവിടെ? ഞാൻ ഇന്ന് ജന്തർ മന്ദറിൽ കണ്ട കാഴ്ചയിലുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടി വരികയാണ്. ഈ പ്രൊട്ടസ്റ്റിൽ പങ്കുചേരേണ്ടതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് എന്ന് കരുതി ഇവിടേക്ക് വന്നവരെ ഞാനിന്ന് കണ്ടു. കണ്ട മറ്റു ചില കാഴ്ചയുണ്ട്. ഈ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പുതിയ സമൂഹത്തിൽ നീ നിന്റെ കാര്യം മാത്രം നോക്കണമെന്ന് പറയുന്ന ഈ പുതിയ കാലത്ത് അച്ഛൻ മകളെയും കൂട്ടി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കേ. ഇന്നലെ നടന്ന നിഷ്ഠൂരമായ പീഡനം, ആ പീഡനത്തിന്റെ വിഷ്വലുകളെല്ലാം കണ്ടിട്ടും ഇന്ന് അവർ ഒഴിപ്പിച്ച ജന്തർ മന്ദർ രീതി
സമരക്കാർ കൈയടക്കി. ഇല്ല ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ പോകുന്നു. നന്നായി. അവർ ദേശീയ പതാകയും കയ്യിലേന്തി, കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും പിടിച്ച്, ചിലരുടെ കയ്യിൽ ഭഗത് സിംഗിന്റെ, രാജ്ഗുരുവിന്റെ, സുഖദേവിന്റെ, ചന്ദ്രശേഖർ ആസാദിന്റെ എല്ലാം ചിത്രം, ചിലരുടെ കയ്യിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം, ഇതെല്ലാം പിടിച്ച് പുതിയ തലമുറ നിൽക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ബാലഗോപാൽ ബി നായർ പറഞ്ഞ കാര്യവും നിങ്ങൾ പറഞ്ഞ കാര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശ്രീ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇടയ്ക്ക് രാഹുൽ ഗാന്ധി താഴെ വീഴുന്നത് കണ്ടു, അദ്ദേഹം മുഖം മറച്ചിരിക്കുന്നത് കണ്ടു, അദ്ദേഹത്തിന്റെ മുഖത്ത് പോലീസ് ചവിട്ടി എന്ന് ചില ആളുകൾ ആരോപിക്കുന്നതായി കേട്ടു, പക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. വേണ്ട, നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്നതൊരു സ്ഥാപിത സത്യമായിട്ട് അങ്ങ് സംസാരിക്കുക. അങ്ങയുടെ പക്ഷം ലാൽ സലാം സഖാവേ. ആളുകൾ ഇന്റർനെറ്റ് സാക്ഷരതയുള്ള കാലഘട്ടത്തിൽ ഇത് ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന അജണ്ട വെച്ചിട്ടുള്ള നെറേറ്റീവ് കൊണ്ടല്ല ആളുകൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമയിൽ തട്ടിമൂളിക്കണം. അദ്ദേഹത്തെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിന് മുൻപ് മർദ്ദിക്കുന്നതായി കണ്ടു എന്ന് നിങ്ങൾ പറഞ്ഞു. വാഹനത്തിൽ കയറിയതിന് ശേഷം നടന്ന എന്താ നിങ്ങൾ കണ്ടോ? അത് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ കാണിച്ചു തരാം. ഇതിനെ അടിച്ചാ മതിയോ? ആശാൻ തന്നെ പറ. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മാതൃഭൂമിയുടെ സ്ക്രീനിലൂടെ ഒന്ന് പ്രദർശിപ്പിക്കണം. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? പോലീസിനെ തള്ളുന്നാണോ? എത്ര നിങ്ങൾ ലളിതവൽക്കരിച്ചു. നിന്റെ വാക്കും കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്കൊരു പുണ്ണാക്ക് പറഞ്ഞുകൂടാ. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ ആ പോലീസ് വാഹനത്തിനുള്ളിൽ കയറി തന്നെ അങ്ങോട്ട് ഇരുത്താൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ കോളറിൽ പിടിക്കുകയും അയാളെ പിടിച്ച് തള്ളുകയും അയാളുടെ പുറത്തടിക്കുകയും ചെയ്യാം. അവിടെ ഒന്നും വെച്ചേക്കല്ലേ. അതായത് അയാൾ വലിയ IPS ഉദ്യോഗസ്ഥനോ അധികാരപ്രമത്തനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുടെയും ധാർഷ്ട്യമുള്ള ഒരാളൊന്നുമല്ല. അവന്റെ നിത്യകൂലിക്ക് വേണ്ടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വേതനത്തിന് വേണ്ടിയിട്ട് പോലീസ് യൂണിഫോം ഇട്ട് വന്നിട്ടുള്ള ഒരു സാധാരണക്കാരനെയാണ് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള ധാർഷ്ട്യം കൊണ്ട് ഈ MP പിടിച്ച് മർദ്ദിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലേ? എന്താ ഷാജിയേട്ടാ ഇത്? എന്താണിത്? അതൊക്കെ ജോൺ മാത്യു സാർ നിന്നെ ടെസ്റ്റ് ചെയ്തല്ലേ? പോലീസുകാർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിൽ 5 IPS ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ. ഈ പറയുന്ന CJP പ്രതിഷേധത്തിൽ ആകെ പരിക്ക് പറ്റിയിട്ടുള്ള പ്രതിഷേധക്കാരുടെ എണ്ണം 60 ആണെങ്കിൽ പരിക്ക് പറ്റിയിട്ടുള്ള പോലീസുകാരുടെ എണ്ണം 120 അടുത്താണ്. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് പെട്ടെന്ന് പേരുണ്ടാക്കാന്ന് വെച്ചാ അതിൽ നിങ്ങൾക്ക് യാതൊരു പ്രതിഷേധവും ഇല്ലേ? ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ഹൈ സെക്യൂരിറ്റി സോണാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. 2001 പാർലമെന്റ് അറ്റാക്കിന് ശേഷം അവിടെ അമിതമായിട്ടുള്ള സുരക്ഷയുണ്ട്. ആ മേഖലയിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ അനുവദിക്കാറില്ല. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല. എന്നെ എന്തിനാ വെറുതെ? നിങ്ങൾ ഡൽഹി പോലീസിൽ നിന്ന് മുൻകൂറായിട്ട് അപേക്ഷ കൊടുത്ത് നിങ്ങൾ അനുമതി മേടിക്കണം. ഈ CJP പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അല്ലാണ്ട് രാജ്യത്തിന്റെ ഏറ്റവും അതിസുരക്ഷാ മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി മാർച്ച് നടത്തുകയും അത് തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരെ കല്ലെറിയുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ എന്താ രാമരാമ ജപിക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ ആക്രമണം നടത്തി പോലീസുകാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഈ രോഷമായി കണ്ട് പോലീസുകാർ നമസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഈ രാജ്യത്തിന്റെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളെയും ഇത് കാണുന്ന ആൾക്കാരെയും ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.